ടെക്നിക്കലി ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള മേക്കിംഗിലാണ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. ആ ഗുജറാത്ത് റൈറ്റ്സ് ഒക്കെ ഈ പറയുന്ന പോലെ എനിക്കിത് കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് പോയി പടം. പിന്നെ ഒരു പരിധി കഴിഞ്ഞ് എനിക്ക് ചില കാര്യങ്ങളൊന്നും ബെറ്റർ ആക്കിയായിരുന്നു. റിയൽ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാതിരിക്കാം, അതൊരു ആസ്വാദകന്റെ ഇതാണ്. എല്ലാ പാർട്ടികളെയും കളിയാക്കുന്നുണ്ട്. ആ പാർട്ടിയായിട്ട് സിമിലാരിറ്റി ഉള്ള റിയൽ ലൈഫ് പാർട്ടീസും ഉണ്ടാവും. അപ്പോ ആർക്കും ഇല്ലാത്തൊരു പ്രശ്നം ഒരു പാർട്ടിക്ക് മാത്രം ഉണ്ടാവും. എംപുരാന് ഇറങ്ങുന്ന സമയത്ത് പലതരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. റിയൽ ലൈഫിൽ നടന്ന സംഭവങ്ങളെ പറ്റി അന്വേഷിച്ചു തുടങ്ങി. പേര് മാറ്റിയോണ്ട് ശരിക്കുള്ള പേരെന്താന്ന് അറിയാനുള്ള ആൾക്കാർ എന്തിനു വലിയ ആവശ്യമുണ്ട്. ഞാൻ ചെയ്യുന്ന സാധനം ഞാൻ തന്നെയാണ് ഡബിങ് ചെയ്യണത്. ഇതെന്ത് വീടാടി? 10 കൊന്നോ 100 കൊന്നോ തിരുമലക്കോട്ടയുടെ കവാടം വരെ ഞാൻ എന്തിനെത്തിയോ അതും കൊണ്ടേ മടങ്ങൂ. വാഴുന്ന മണ്ണിനും വണങ്ങുന്ന ദൈവത്തിനും കാളിയൻ കൊടുത്ത വാക്കാണത്, ഞാൻ കാളിയൻ. അപ്പൊ ഈ സാധനം പൃഥ്വിരാജ് പറയുമ്പോ ഭയങ്കര അടിപൊളിയാണ്. പുള്ളി എനിക്ക് ആ സിനിമയ്ക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹമുള്ള സാധനമായിരുന്നു. പേടിപ്പിക്കോ? കുറച്ചൊക്കെ പേടിക്കുന്നില്ല. അല്ല നീ ഇവരെ കാണുന്നില്ല? ഞാൻ ശരിക്കും കണ്ടപ്പോ പേടിച്ചായിരുന്നു. അത് കാണുമ്പോൾ മനസ്സിലാവും. അദ്ദേഹത്തിനെ കാണിക്കാണ്ട് തന്നെ നമ്മൾ ആ ഒരു എംപ്റ്റി ഫ്രെയിം തന്നെ ചിലപ്പോ നമുക്ക് ആ ഒരു നിഗൂഢതയിലേക്ക് എത്തിക്കാനുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ. ഒരു ടിപ്പിക്കൽ പ്രേതപടത്തിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടായിരിക്കും എബിനൈസർ ഉണ്ടാവുക. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഇബനീസർ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ടീം നമുക്കൊപ്പം ഉണ്ട്. ഹായ്. ഹായ് ദുവ. ദുവ ഷഫീർ പേര് അല്ലേ? ഭയങ്കര മസിൽ പിടിച്ചിരിക്കുകയാണല്ലോ. ഇതിൽ എന്ത് കഥാപാത്രമാണ്? ജുവാന എന്നാണ് പേര്. വാവ്. എന്താണ് പരിപാടീസ്? അത് പേടിപ്പിക്കുന്ന പടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മിസ്റ്ററി ഓഫ് സൈലൻസ് എന്ന് കടിച്ചിട്ടുണ്ട്. മിസ്റ്ററി ആണല്ലേ കംപ്ലീറ്റ്? പ്രേതപ്പടാ ആണോ? പേടിപ്പിക്കോ? കുറച്ചൊക്കെ പേടിക്കും. എന്നിട്ട് അഭിനയിച്ചപ്പോ പേടിച്ചാ? ഞാൻ സിനിമന്റെ റിവ്യൂ കണ്ടപ്പോ ഞാനാണ് പേടിച്ചത്. ആണോ? വിശ്വസിച്ചപ്പോ ഓ, അത് അടിപൊളിയാണല്ലോ. അപ്പൊ അത് ഫസ്റ്റ് കമന്റ് ആണ്. ശരിക്കും സൂരജ് പറഞ്ഞു തുടങ്ങാം നമുക്ക്. എബിനൈസർ എന്ന് പറയുന്നത് ഒരു ബേസിക്കലി ഒരു ഹൊറർ മൂവിയാണ്. നമ്മൾ കുറെ ന്യൂ കമേഴ്സ് ആണ് പടത്തിൽ അഭിനയിച്ചേക്കണത്. ഫുള്ള് ഡയറക്ട് ചെയ്യുന്നതും ഡെബ്യൂ ആണ് പുള്ളിയുടെയും, മിഥുൻ ബോസ്. അപ്പോ ഇതിന്റെ ജോണർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒരു വീട്ടിലേക്ക് ഒരു കാരണവശാൽ പോകുന്നു. ഒരു പ്ലോട്ട് ഉണ്ട്, ആ ഒരു ഇതിനു വേണ്ടി പോകുന്ന അവിടെ വെച്ച് നടക്കുന്ന നിഗൂഢതകളാണ് പരിപാടി. ഇത് സ്ഥിരമാണ്. പ്ലോട്ട് സ്ഥിരമാണ്. അപ്പൊ അതിലെടുക്കുന്ന ട്രീറ്റ്മെന്റിലാണ് ഈ പറഞ്ഞ എല്ലാ വേരിയേഷൻസും വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ ഇതിന് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം ഫലപ്രദമായിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. നമ്മളത് കുറെ കണ്ടു. നമ്മള് സെറ്റിൽ അഭിനയിച്ചു, പ്രിവ്യൂസ് കണ്ടു, ഡബിങ് ടൈമിൽ കണ്ടു. അങ്ങനെ കണ്ട് നമുക്കത് ഒരു പരിവായി അറിയാലോ. അപ്പൊ ഇനിയിപ്പോ അത് ഓഡിയൻസ് കാണണം, അവർക്ക് കാണുമ്പോഴാണ് മനസ്സിലാവണം. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണത്. ഈ പ്ലോട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സ്ഥിരം ഇതാണല്ലോ, ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചിട്ട് ആണുള്ള പരിപാടി. വീട്ടിൽ ത്രില്ലില്ല. അപ്പൊ പക്ഷെ ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നതിലാണ് കാര്യമുള്ളത്. പെർഫോമൻസ് വൈസ് ആണെങ്കിലും ഇപ്പോ ടെക്നിക്കൽ വൈസ് ആണെങ്കിലും നന്നായിട്ട് ഞങ്ങൾ പണിയെടുത്തിട്ടാണ് വിശ്വസിക്കുന്നത്. കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായി. അതിനിപ്പോ ഓഡിയൻസ് കണ്ടിട്ട് പറയട്ടെ. ഓ, ഈ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാന്ന് പറയുന്നത് ചെറിയ പരിപാടിയല്ല. അല്ല, അത്യാവശ്യം കുറച്ച് റിസ്ക് ഉണ്ട്. ഈ റിസ്ക് എങ്ങനെ എടുക്കും എന്നുള്ളതാണ്. പ്രൊഡ്യൂസർ എന്തുകൊണ്ട് റിസ്ക് എടുത്തു എന്നാണ് എന്റെ ചോദ്യം. ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് അവസരം വലിയ കാര്യമാണ്. അല്ല, പക്ഷെ ഈ കഥ കേൾക്കുമ്പോഴും ഇതിനകത്ത് അഭിനയിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഇതിനകത്തൊരു ധാരണ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഈ പ്ലോട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഇത് കേട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ ഉള്ളിലൊരു സാധനം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഒരിക്കലും തയ്യാറാവില്ല. എങ്ങനെയാ ഇത് വിജയിക്കാൻ സാധ്യതയുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് പ്ലോട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇവര് വന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്ത ഒരാളാണ്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. അപ്പം ആ ഡയറക്ടർ മിഥുൻ ചേട്ടൻ എന്നെ വിളിച്ചു, വന്ന് ചെയ്തോളൂ എന്ന് പറഞ്ഞ ആ ഒരു ഉറപ്പ് കൊടുത്തതിൻ്റെതിലാണ് ഞാൻ വന്ന് ചെയ്തത്. അതാണ്, അത്രേ ഉള്ളൂ അല്ലേ പറയാൻ. എടാ, ശരിക്കും മിഥുൻ ബോസ് അല്ലേ ബോസ്? അവിടുത്തെ ഡയറക്ടർ അല്ലേ ബോസ്? ബോസ് പറഞ്ഞു തരുന്നൊക്കെ അതേപോലെ അനുസരിച്ചോ? എങ്ങനെയായിരുന്നു സെറ്റിലൊക്കെ? അതൊക്കെ നല്ലതായിരുന്നു. വർക്കിട്ടിട്ടില്ല. പിന്നെ ഇതും ഡയറക്ടറൊക്കെ ചീത്തൊന്നും പറയില്ല, ഫ്രണ്ട്ലായിട്ട് ചെയ്യാനായിരുന്നു. അപ്പൊ ഓരോന്ന് പറഞ്ഞു തരുമ്പോ അത് ഒരു ആക്ഷൻ ഇങ്ങനെ കാണിച്ചു തരുമോ, അതെ കഥ പറഞ്ഞു തരുമോ? അവിടെ ആക്ഷൻ കാണിച്ചു ഇങ്ങനെ അവിടെ പോയിട്ട് മോൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞു തരാ. എന്നിട്ട് അതിനകത്ത് എന്തൊക്കെ ചെയ്തപ്പം കുറെ പ്രാവശ്യം തെറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല? 1-2
ടേക്കാണ് അധികം പോവാറുള്ളത്. സിംഗിൾ ഷോട്ടിൽ ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് ഈ വയ്യ. കാണുന്ന പോലെയൊന്നുമല്ല. അഭിനയത്തിൽ പുലിയാണോ? അങ്ങനെയാണോ? കേട്ടിരിക്കണേ. സത്യമാണോ? അത്രയും പുലിയാണോ? എത്രാം ക്ലാസ്സിലെ പഠിക്കണേ? 4 പോണു. ആ, വേറെ എന്തൊക്കെയാ അഭിനയിച്ചിട്ടുള്ളത് എന്ന് പറയോ? ഷോർട്ട് ഫിലിംസ്, ആഡ്സ്, ഫാഷൻ ഷോസ്, ഇങ്ങനത്തെ. ഒരു തരത്തിലൊരു പുലിയാണല്ലേ? ഇതേപോലെ ഒന്നും അല്ല ആണ്ട് ചിരിക്കണുള്ളൂ, പുലിയാണെന്ന് പറഞ്ഞാൽ ചിരിക്കുക. ഇവരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടികൂടിയോ? ആ, നന്നായിട്ട് അടികൂടിയോ? പിച്ചി No. ഇല്ല, ഒന്നും ചെയ്തിട്ട് നല്ല കുട്ടിയാ. സെറ്റിൽ പോവും, അഭിനയിക്കും, വെറുതെ ഇരിക്കും. അങ്ങനെയാണ്, നല്ല കുട്ടിയാണ്. അമ്മയുടെ അടുത്ത് ചോദിക്കട്ടെ. ശരിക്കും എവിടെ? കുറച്ച് ഓർമ്മയുണ്ട്. ഒന്നാമത് പ്രേത വീട്ടിൽ അഭിനയിക്കുന്നതുകൊണ്ട് നമുക്ക് തന്നെ ഒരു ടെൻഷൻ ആരിലേക്ക് വരുന്നത്. അതിനിടയ്ക്ക് ഇതൊരു ഓട്ടം കൂടും. ഇതിനകത്ത് സിനിമയ്ക്കുള്ളിലേക്ക് വരുമ്പോ ഇതിനകത്തൊരു ഒരു നല്ല ഒരു ത്രില്ലർ സ്വഭാവം ഉണ്ടാവണം. ഈ പ്രേതമൊക്കെ ഉണ്ടായെങ്കിലും ഇതിന്റെ ഒരു സസ്പെൻസ് നിലനിർത്തി പോവാന്ന് പറയുന്നതാണ് ഇത്തരം പടങ്ങളുടെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. അപ്പം അത് എങ്ങനെയാണ് നിങ്ങളിപ്പോ അഭിനയിക്കുമ്പോ എല്ലാം ഒന്നും സീൻ ബൈ സീൻ ഓർഡർ ഒന്നും കിട്ടണമെന്നൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു സാധനം ഉണ്ടാവുമല്ലോ, ഇത് എന്തൊക്കെയായിരിക്കും എടുക്കണെന്നൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്ത് സങ്കല്പിക്കാനൊക്കെ ശ്രമിക്കുമല്ലോ. പൂർണ്ണമായി കഥ കേട്ടിട്ടുണ്ടോ? ഞാനൊരു 60-70% ഞാൻ കേട്ടായിരുന്നു. ആ ടൈമിൽ ഈ പറഞ്ഞ പോലെ ടെംപ്ലേറ്റ്സ്, സിമിലർ ടെംപ്ലേറ്റ്സ്. അപ്പൊ അത് അവര് പറഞ്ഞു, അവര് മേക്ക് ചെയ്യുന്ന ഒരു രീതി പറഞ്ഞു. ഭൂതകാലൊക്കെ നമ്മൾ കാണുമ്പോ അത് വേറെ ലെവലിലിരിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ ആ ഒരു മൂഡിന്റെ പഴയ സിനിമകളിലൊക്കെ കണ്ടിരുന്ന ഒരു ഹൊറർ പാറ്റേൺ ഉണ്ടല്ലോ, അതിനെ ബ്രേക്ക് ചെയ്യണം എന്തായാലും. ഈ പറഞ്ഞ ചില ഫിക്സഡ് ഫ്രെയിംസ്, ഫിക്സഡ് ടെംപ്ലേറ്റ് പരിപാടികളുണ്ട്. അതല്ലാണ്ടുള്ള രീതിയിൽ നമ്മൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് കാണുന്നവർക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുള്ളൂ. അല്ലാണ്ട് വരുമ്പോ അത് സ്ഥിരം പാറ്റേൺ ആവൂലോ, അത് അങ്ങനെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായി. പക്ഷെ അത് നമ്മൾ മേക്ക് ചെയ്യുന്ന ടൈമിൽ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഗ്യാരണ്ടി പറയാൻ നമുക്ക് പറ്റില്ല, പക്ഷെ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ മാക്സിമം അതിന് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഔട്ട് ഞാൻ ട്രെയിലർ കട്ട്സ് ഞാൻ കണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ ട്രെയിലർ കട്ട് കണ്ടു. അപ്പൊ തന്നെ അവിടെ നമ്മൾ ആ വീട്ടിൽ പോകുമ്പോ തന്നെ നമുക്ക് ആ വീട് തന്നെ ഒരു ഹോണ്ടഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിന് പുറമെ സെറ്റ്സ് ഒക്കെ വന്നു കഴിയുമ്പോ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. പിന്നെ ഹൊററാണ്, എല്ലാവരും സീരിയസ് ആയിട്ടിരിക്കണം. ഞങ്ങൾ ഈ ഹൗസ് സ്ക്രീനിൽ ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞോണ്ടിരുന്ന് ഞാൻ ആക്ഷൻ പറയുമ്പോ അപ്പൊ തന്നെ പേടിക്കണം. അത് ഇവനെയൊക്കെ നോക്കി എങ്ങനെ പേടിക്കും? ഞങ്ങളിരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന അതാണ് ഏറ്റവും പാടുള്ള പരിപാടി. ഹൊറർ സാധനമാണ്. അപ്പൊ എല്ലാവരും ആ ഹൊറർ മൂഡിലോട്ട് വരണം. ഹൗസ് സ്ക്രീനിലാണെങ്കിൽ ഫുൾ കോമഡിയാണ്. ഞങ്ങൾ തന്നെ അവിടെ ഇരുന്ന ആൾക്കാരെയൊക്കെ പറ്റിക്കായിരുന്നു. ചെന്ന ദിവസം തന്നെ അവിടെ ഇതിന് മുകളിൽ ഒരു മച്ചുമുറം പോലത്തെ ഒരു ഏരിയ ഒക്കെ ഉണ്ട്. അപ്പൊ ഞാനവനും കൂടിയും സന എന്ന് പറഞ്ഞ ഞങ്ങൾ വേറെ ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പൊ പുള്ളിക്കാരത്തിനെ പറ്റിക്കാൻ നോക്കാം. അവിടെ ഞങ്ങളിങ്ങനെ റെഡി ചെയ്ത് അവിടെ മുകളിൽ ഇങ്ങനെ ഒച്ചയൊക്കെ ഉണ്ട്. വിഷയാന്നാ പറഞ്ഞ ഈ വീട് റിസ്ക് ആണെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ശരിക്കും ഉള്ളതൊക്കെ സൗണ്ട് ഒന്നും തുടങ്ങി. ഞങ്ങൾ ശരിക്കും കൂടി ഉണ്ടോ ആ ഒരവസ്ഥയൊക്കെ എത്തിയായിരുന്നു. പക്ഷെ റാഷണൽ തിങ്കിങ്ങിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റില്ല. പക്ഷെ ഒരു സിനിമയിൽ നമ്മൾ കാണിക്കുന്ന സമയത്ത് നമ്മളും ഈ ക്യാരക്ടേഴ്സുമായിട്ട് നമുക്ക് മാനസികമായിട്ടുള്ള അടുപ്പം വരുമ്പോഴത്തേക്ക് നമ്മളാണ് അതിനകത്ത് പെടുന്നത്. അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടി, ഇതിന്റെ ഒരു മാജിക്. നമുക്ക് ഇതൊക്കെ അറിയാമെങ്കിൽ പോലും നമ്മൾ അതിനകത്ത് പെട്ടുപോകും. അതൊരു മേക്കിങ്ങിന്റെ ഒരു സംഭവമാണ്. മേക്ക് ബിലീഫ് ആണല്ലോ ഇതിനകത്ത് ഉണ്ടാവുന്നത്. ഈ പെടുത്തുന്ന ഒരുപാട് സീൻസ് ഉണ്ടാവും. സീൻസ് പറയണ്ട എങ്കിലും അങ്ങനെ തന്നെയല്ലേ ഫീൽ ചെയ്തേക്കണേ? അതെ അതെ, അത് ഒരു ഞങ്ങൾ രണ്ടുപേരും നമ്മളൊരു കോംബോ സീനിൽ പേടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ ആ സീനില് ഞാൻ ശരിക്കും കണ്ടപ്പോ പേടിച്ചായിരുന്നു. അത് കാണുമ്പോ മനസ്സിലാവും. ഞാൻ ഇപ്പൊ പറയുന്നില്ല, സ്പോയിലർ ആവും. അല്ല, നമുക്കറിയാം ഓക്കെ ഈ സീൻ ഇങ്ങനെ വരാൻ പോണേ, നമ്മളിങ്ങനെ പേടിക്കണം. പക്ഷെ എന്നിരുന്നാൽ പോലും ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. അപ്പൊ തന്നെ എഫക്ട്സും പരിപാടികളൊക്കെ സ്മോക്ക് ഒക്കെ വന്ന് ആളൊക്കെ വരുമ്പോ തന്നെ നമുക്ക് ഇവിടെ ശരിക്കും പേടിക്കും. അത് രസമുള്ളൊരു പരിപാടിയാണ്. അതേപോലെ തന്നെ ഈ ഇത്തരം സിനിമകളുടെ ഒരു ക്രക്സ് എന്ന് പറയുന്നത് ചിലതൊക്കെ ശബ്ദം കൊണ്ട് നമ്മളെ പേടിപ്പിക്കാൻ ശ്രമിക്കും. പിന്നെ പെട്ടെന്നുള്ള ഒരു സീൻസ് ഒക്കെ കാണിച്ചിട്ട് മൂവ്മെന്റ്സ് കാണിക്കുക, നമ്മളെ ഒളിപ്പിച്ചു വെച്ച് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ചിലതിലുള്ള പാറ്റേൺ അങ്ങനെയല്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്കൊരു പേടി ഇങ്ങനെ വന്നിട്ട് നമുക്ക് അങ്ങനെയൊന്നും കാണിക്കാതെ തന്നെ നമ്മളിങ്ങനെ പെട്ടിരിക്കുമല്ലോ ചില പടങ്ങളില്. ഏത് തരം ട്രീറ്റ്മെന്റ് ആണ് ഇതിനകത്ത്? ഞങ്ങളുടെ മൂവിയിലാണെങ്കിലും സൗണ്ട് അത് മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം തന്നെ. നിങ്ങളിപ്പം കാണുന്ന സമയത്ത് അത് മനസ്സിലാവും. നല്ല അടിപൊളി സൗണ്ട് തന്നെയാണ് വേറെ ടൈപ്പിലുള്ള ഒരു ജംപ് സ്കെയർ ആണ്. അതിപ്പോ സാധാരണ നമ്മളത് മറക്കാൻ ശ്രമിക്കുന്ന ഒരു സാധനമാണ്, വേണ്ടാന്ന് വിചാരിക്കുന്ന ഒരു സാധനം. ചില ഷോർട്സ് ഒക്കെ വരുമ്പോ അത് പ്രയത്നം കാണിക്കാണ്ട് തന്നെ നമ്മൾ ലൈക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമുക്ക് ആ ടെൻഷൻ ബിൽഡ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ അത് ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഒരു ഗോസ്റ്റോ അല്ലെങ്കിൽ ഒരു ഗോസ്റ്റിന്റെ എസെൻസ് വരണമെന്നില്ല. ആ ഒരു
ആ ഒരു എംറ്റി ഫ്രെയിം തന്നെ ചിലപ്പോ നമുക്ക് ആ ഒരു നിഗൂഢതയിലേക്ക് എത്താനുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെയാണ് നോക്കിയത്. അതാണ് പുതിയ കാലത്തിന്റെ പേടിപ്പിക്കൽ രീതി അതാണ്. അപ്പൊ ഈ ഡയറക്ടർ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഇങ്ങനെ കടകടാന്ന് ചോദിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പറയുന്നത്. ചിലപ്പോ പുള്ളി വേറെ രീതിയിലായിരിക്കും. ശരിക്കും സൂരജ് നേരത്തെ ഒരു പടത്തിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ? വിക്രം സിനിമയുടെ ഒപ്പമാണ് അത് ക്ലാഷ് റിലീസ് ആയത്. അതൊരു വേറെ ലെവലാണ് കേട്ടോ. ഫസ്റ്റ് ഒരു ആദ്യത്തെ പടം തന്നെ അത് കോവിഡ് ടൈമിൽ ഈ പറഞ്ഞ പോലെ അവര് OTT എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു സിനിമയായിരുന്നു, വെൽക്കം ടു പാണ്ഡ്യവല എന്ന് പറഞ്ഞു. അപ്പൊ അത് തിയേറ്ററൊന്നും പ്ലാനേ ചെയ്തില്ലായിരുന്നു. ജസ്റ്റ് അത് ഹാപ്പൻ ആയി. ഒരു 30 സ്ക്രീൻസ് കേരളത്തിൽ ഫുൾ റിലീസ് ആയിരുന്നു. നായകനാണ് കേട്ടോ, എളിമയാണ്. അത് എങ്ങനെയായിരുന്നു ആ പടം? ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിക്കാം. എന്ത് ജോണറായിരുന്നു? അത് ഒരു റൊമാൻറ്റിക് ത്രില്ലർ പരിപാടിയാണ്. അത് ഈ പറഞ്ഞ പോലെ അപ്പോഴും എല്ലാരും ഡെബ്യൂ ആയിരുന്നു. ആള് അതിൽ എന്റെ ഒപ്പം അഭിനയിച്ച ആളുടെ പുതിയ സിനിമ വരുന്നുണ്ട്, ഒരു വടക്കൻ പ്രണയപർവം. അതില് നായികയായിട്ടുള്ളത് ഇതിലെ നായിക തന്നെയാണ്. അപ്പൊ അങ്ങനെ അതൊക്കെ ഒരു ബിഗിനിങ് ഓഫ് സിനിമ എന്നുള്ള ഇഷ്ടത്തോടുള്ള ഒരു ജേർണിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് ആണ്. അതൊക്കെ കുറെ ഫ്ലോസ് ഉണ്ട്. നമ്മൾ അതിൽ നിന്ന് ലേൺ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ഒക്കെ ചെയ്ത്. ഈ ഗീതി സംഗീതയും പ്രമോദേട്ടനും ഒക്കെ ഇതിനകത്ത് ഉണ്ട്. അപ്പൊ അതൊരു നിങ്ങൾക്കൊരു സപ്പോർട്ടാണ്. എങ്ങനെയായിരുന്നു അവരൊക്കെ കുറച്ചുകൂടെ ഈ അഭിനയത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയ ടൈമിൽ ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ കുറച്ച് ആദ്യം ചെന്നൊരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞങ്ങൾ ശരിക്കും ഓക്കെ പ്രൊഡ്യൂസറുടെ ചെലവിൽ ട്രിപ്പ് വന്ന ഫീൽ ആയിരുന്നു. കുറെ നേരം കഥയൊക്കെ പറയുന്നു, ഇടയ്ക്ക് ഷൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിയുമ്പോഴാണ് പ്രമോദേട്ടനാണെങ്കിലും ഗീജിച്ചാണെങ്കിലും വരുന്നത്. അവര് വന്നു കഴിയുമ്പോ ഈ ഒരു പാറ്റേൺ മാറുക, ഒരു പ്രൊഫഷണൽ രീതിയിൽ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ള ഒരു പരിപാടി. അപ്പോഴാണ് നമുക്ക് ഓക്കെ. പക്ഷെ പ്രമോദേട്ടൻ ഈ പറഞ്ഞ പോലെ അടിപൊളിയാണ്. പ്രമോദേട്ടൻ ഞാൻ ഇന്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർക്കും ഓക്കെ ഇത് ഇന്റർവ്യൂവിന് വേണ്ടി പുള്ളി ഇങ്ങനെ സംസാരിക്കണായിരിക്കും, കുറെ പറയണമല്ലോ, അപ്പൊ അതിനു വേണ്ടി പറയണായിരിക്കും. അങ്ങനെയല്ല, ഫസ്റ്റ് കണ്ട ടൈമിലാണെങ്കിൽ പോലും കട്ട് പറഞ്ഞ ശേഷം പുള്ളി ഇരുന്നൊരു കഥ ഇങ്ങനെ പറയും. പുള്ളിയുടെ ജീവിതത്തിന്റെ കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസും ഭയങ്കര രസം പുള്ളി സംസാരിക്കണമെന്ന് കേട്ടിരിക്കും. അതുപോലെ ഗീചേച്ചി ആണെങ്കിലും ഗീചേച്ചി ഓഫ് സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര ചിൽ വൈബാ. പുള്ളിക്കാരി വന്നത് തന്നെ ആ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടാ. അവിടെ വരുമ്പോ തന്നെ നമുക്ക് ജഗദമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. നമുക്കപ്പൊ തന്നെ ദൈവം ഇത് ഇവിടത്തെ ഏതൊരു ചേച്ചി. ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കണ്ട് പഠിക്കണ ഒരു സംഭവമാണ്. അവരുടെ ഫേസിൽ തന്നെ ഒരു ക്യാരക്ടറാണ് നമുക്ക്. അത് ആ ഒരു ലുക്കൊക്കെ ഹെയർ ഒക്കെ ചെയ്ത് വന്ന് ഇങ്ങനെ ഒന്ന് എന്താ പിള്ളേരെ എന്ന് ഭയങ്കര സീരിയസ് ആയിരുന്നു ഫുൾ ക്യാരക്ടറിലേക്ക് വന്നു കഴിഞ്ഞാല്. നമ്മള് തന്നെ പേടിച്ചു പോകും. നല്ല രസമാണ്. ചിലരെ നമ്മൾക്കിങ്ങനെ ഒരു പ്രത്യേകത സ്ക്രീനിൽ കാണുമ്പോ. എങ്ങനെയാ പടത്തിലേക്ക് വന്നേ? എന്തൊക്കെയാ പറയൂ, ഒരു സ്ട്രഗിൾ ഉണ്ടാവുമല്ലോ. അതുണ്ടായിരുന്നു. ഞാൻ ഒരു ഫിലിമിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ സിനിമാറ്റോഗ്രാഫറാണ് വിതിൻ ബോസിനെ പരിചയപ്പെടുത്തിയിരുന്നത്. ഒരു പ്രൊജക്ട് ഓൺ ആക്കുന്നുണ്ട്, ജസ്റ്റ് പോയി മീറ്റ് ചെയ്യാൻ പറഞ്ഞു, ഓഡീഷൻ പോലെ. ഞാൻ പോയി കണ്ടു. അപ്പൊ എന്റെ മനസ്സിൽ ഇത് കാണുമ്പോൾ ഒരു സീരീസ് പരിപാടിക്കാണ് ആദ്യം ഓണായത്. അപ്പോൾ എന്റെ മനസ്സിൽ ചെറിയ സീരീസ് ആയിരിക്കും, ചെറിയ FX3 അങ്ങനെയൊക്കെ ആയിരിക്കും വിചാരിച്ചു. പിന്നെ അതിന്റെ ഞാൻ പൂജയ്ക്ക് പോയപ്പോഴാണ് ഇവരൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ അവിടെ എന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോണത് അങ്ങടാ. അതിന്റെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് എന്റെ ഫിലിമിന്റെ വേറെ ഫിലിം ഇറങ്ങാൻ പോണുള്ളൂ. ഞാൻ കുറിച്ച് പറയാം. അപ്പോ ഞാനവിടെ പോയപ്പോ ഞാൻ വിചാരിച്ചു ലൊക്കേഷൻ മാറിയോ വിചാരിച്ചു. കാരണം അവിടെ ഇരിക്കുന്ന വലിയൊരു അലക്സ ക്യാമറ, മൊത്തം ക്രൂ. എന്റെ സിനിമ കുഞ്ഞുപടാ, അപ്പൊ ഞാൻ കുഞ്ഞു ക്യാമറ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഞാനിനി സ്ഥലം മാറിയോ? പിന്നെ നോക്കിയപ്പോ ഇവളുണ്ട്, ഇവള് വന്നിട്ടില്ല. വീഡിയോസ് കാണാറുണ്ട്. ഇവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ്, പരിപാടികളാണ്. ആളുടെ ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് എന്നൊക്കെ അതിനൊക്കെ വേറൊരു തലത്തിലുള്ള ഫാൻസ് ഒക്കെ ഉണ്ട്. ആരും പറഞ്ഞില്ല. അങ്ങനെ ഇവിടെ പോയി ഇവിടെ എല്ലാവരും മീറ്റ് ചെയ്തു. എനിക്ക് കുറച്ച് ഇതുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് ട്രബിൾ, എങ്ങനെ സംസാരിക്കണം. കാരണം വലിയ ക്രൂ ആണ്. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇത്ര വലിയ ക്രൂ ആയിട്ട് നിങ്ങളാവുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര കമ്പനിയായി, ഭയങ്കര ഹാപ്പി ആയി. പിന്നെ എൻ്റെ ഒരു ഫിലിം എന്ന് പറഞ്ഞത് ഇറങ്ങാൻ പോകുന്നതാണ്, ഊരൻ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അറ്റ് എ ടൈമിൽ 2 പടങ്ങൾ ചെയ്തോണ്ടിരുന്നത്. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ പെട്ടെന്ന് കേട്ടു. എന്താണ് ഫിലിമിലെ എക്സ്പീരിയൻസ്? ഫസ്റ്റ് മൂവിയാണ്. ഞാൻ മുന്നേ ഒരു ചെറിയൊരു മൂവി അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 2019. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം ബ്രേക്ക് വന്നു, പഠനം കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ലൈക്ക് ഇങ്ങനെ ഷോർട്ട് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യും, മ്യൂസിക്കൽ വീഡിയോ അങ്ങനെയൊക്കെ ആയിരുന്നു. അതെ. മിഥുൻ ചേട്ടൻ ഇതിന്റെ ഡയറക്ടർ മിഥുൻ ചേട്ടൻ ചെയ്ത വേറൊരു വർക്കിൽ ഞാൻ ഉണ്ടായിരുന്നു, ഒരു മ്യൂസിക്കൽ വീഡിയോയില്. അങ്ങനെയാണ് എന്നെ അതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്.
ഓ അങ്ങനെയാണ് വന്നത്. യെസ്. ഈ പടം എന്ന് പറയുന്നത് ഭയങ്കര സ്വപ്നമൊക്കെ ഉള്ള ആൾക്കാരാണ് അതെ, ഞാനൊക്കെ. അതെ, അതെ. പക്ഷെ ഇതുവരെയ്ക്കും നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവല്ലോ, അതുകൊണ്ട് ചോദിക്കുക, ഇത് സ്വപ്നം കണ്ടു വന്നതാ? അതെ, ഞാൻ ഡിഗ്രി കഴിഞ്ഞത് വിഷ്വൽ കമ്മ്യൂണിക്കേഷനാ. അപ്പം ആ സമയത്ത് നമുക്ക് സിനിമ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും സ്വപ്നം കാണുന്ന പോലെ അന്ന് ഞാനും സ്വപ്നം കണ്ടിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിന്നും പിന്നെ കുറച്ചുള്ള സപ്പോർട്ട് കുറവുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് പഠിച്ചില്ല. പിന്നെ ഒരു ബ്രേക്കിന് ശേഷം ഇഷ്ടമുള്ളതിനെ കൊണ്ട് ഇതിലേക്ക് പിന്നെയും വന്നു. എമ്പുരാന് ഇറങ്ങുന്ന സമയത്ത് പലതരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. ശരിക്കും ഒപ്പീനിയൻ എന്താണ് ഇതിനെ പറ്റിയിട്ട്? എമ്പുരാൻ സിനിമയെ കുറിച്ച് പലതരത്തിലുള്ള സംഗതികളുണ്ട്. ഞാനൊരു പ്രത്യേക ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല, പക്ഷെ നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു അഭിപ്രായം പറയാനുണ്ടാവുമെങ്കിൽ എന്താണ് പറയുക? സൂര്യചന്ദ്രൻ. ഞാനത് ഫസ്റ്റ് ഷോയെ പോയി കണ്ടേ. ഞാൻ പെരുമ്പാലാണ് വീട്. ഞാൻ തൊടുപുഴ സിൽവർ ഹിൽസിൽ ബുക്ക് ചെയ്ത് ഞാൻ അവിടെ പോയി എനിക്കത് കാണണം. അവിടെ എനിക്ക് പടം കണ്ടപ്പോ ഈ പറഞ്ഞ ഞാനപ്പോ ഫസ്റ്റ് ടൈം അല്ല കാണുന്നത്. ഈ ഒരു കോൺട്രവേഴ്സി പരിപാടികളൊന്നും നമുക്ക് അറിയില്ലല്ലോ. അതിനു മുമ്പേ ഇല്ല, ചർച്ച പോലും ഇല്ല. പടത്തിന് മുമ്പ് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവോ, മറ്റേ പണ്ടത്തെ സിനിമയൊക്കെ ചെയ്തു തന്നെ ബഹിഷ്കരിക്കും എന്നൊക്കെ പറഞ്ഞ ആ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമ കാണുന്നു, നോർമൽ പരിപാടിയായിട്ടാ പോകുന്നത്. നമ്മളതിനെ കാണുമ്പോ എനിക്ക് ഫസ്റ്റ് സീൻസ് കാണുമ്പോഴാണ് എനിക്ക് ടെക്നിക്കലി ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള മേക്കിംഗിലാണ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. ആ ഗുജറാത്ത് റൈറ്റ്സ് ഒക്കെ ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് വിഷ്വലി നല്ല രീതിയിൽ പടത്തിൽ ഇതുവരെയും വന്നിട്ടില്ല അങ്ങനെ പോർട്രേ ചെയ്ത് പോകുന്നുണ്ടോ നമുക്ക്. അപ്പൊ എനിക്കിത് കാണുമ്പോ ഭയങ്കര രസമായിട്ട് പോയി പടം. പിന്നെ ഒരു പരിധി കഴിഞ്ഞ് എനിക്ക് ചില കാര്യങ്ങളൊന്നും ബെറ്റർ ആക്കിയായിരുന്നു. അത് പ്രേക്ഷകനിലുള്ള ഇഷ്ടം കൊണ്ട്, നമുക്കൊരു ആ ആക്ടറിനോടുള്ള ഇഷ്ടം കൊണ്ട് നമുക്ക് ഓക്കെ ഇച്ചിരി കൂടി ഇങ്ങനെ ആവായിരുന്നു എന്നെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങി വന്ന് ഒരു 2 ദിവസം കഴിയുമ്പോഴാണ് തോന്നുന്നു ഈ പറഞ്ഞ വിവാദങ്ങൾ വരുന്നത്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കണേ, ഓക്കെ ഇതിന് ഇങ്ങനെയൊക്കെ ഒരു ഇതുണ്ടല്ലോ അല്ലെ, ഇങ്ങനെയും ചിന്തിക്കൂല ആൾക്കാർ ഇത്. കാരണം അതിൽ എല്ലാ പാർട്ടിനെയും പറയുന്നുണ്ട്. പാർട്ടി ഇൻ ദ സെൻസ് അതില് ആ ഒരു എമ്പുരാൻ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിൽ നടക്കുന്ന ഇത്, അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ റിയൽ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാം, റിലേറ്റ് ചെയ്യാതിരിക്കാം. അതൊരു ആസ്വാദകന്റെ ഇതാണ്. സിനിമക്കാരൻ പുള്ളിക്കാരുടെ ഇമാജിനേഷനിൽ സൃഷ്ടിച്ചൊരു ഇത്. അപ്പൊ അതില് വരുന്ന പാർട്ടികൾ എല്ലാ പാർട്ടികളെയും കളിയാക്കുന്നുണ്ട്. ആ പാർട്ടിയായിട്ട് സിമിലാരിറ്റി ഉള്ള റിയൽ ലൈഫ് പാർട്ടീസും ഉണ്ടാവും. അപ്പോ ആർക്കും ഇല്ലാത്തൊരു പ്രശ്നം ഒരു പാർട്ടിക്ക് മാത്രം ഉണ്ടാവും. അതൊക്കെ ഈ പറയുന്ന പോലെ എല്ലാം ഒപ്പീനിയൻ ഒരിടത്ത് ചോദിച്ചതൊക്കെ പറയൂ, ഏത് പറയും? ഞാൻ സിനിമയെ മാത്രമേ കാണുന്നുള്ളൂ. അത് ഞാൻ എനിക്ക് എന്താ പറയുക, എൻ്റെ സ്ട്രെസ് റിലീഫും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ സമർപ്പിക്കുന്നത് സിനിമ കാണുമ്പോഴാണ് ഞാൻ ഓക്കെ ആവുന്നത്. അല്ലാതെ ഞാൻ സിനിമയിലെ രാഷ്ട്രീയവും ജീവിതത്തിലെ രാഷ്ട്രീയം തമ്മിൽ കുട്ടിക്കുഴയ്ക്കാൻ ശ്രമിക്കാറില്ല, ആസ്വാദിക്കുക, അത്രേ ഉള്ളൂ. ഈ ആ പടം കാണുമ്പോൾ അതിന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സൈഡിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം പറയും. അതിൽ എനിക്ക് ചില ഫ്രെയിംസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം മലയാള ഫിലിം ആണോ എന്ന് തോന്നി പോകുന്ന കുറെ ഫ്രെയിംസ് ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രോമാഞ്ചിഫിക്കേഷൻ അപ്പോൾ ഇതുപോലെ തന്നെ ഇനിയും സിനിമകൾ വരാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കാം ചിലപ്പോൾ എമ്പുരാൻ സിനിമ. ഈ സക്സസ് ആവുന്നതിന്റെ പുറത്ത് നമുക്ക് ഈ പടം സക്സസ് ആവണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മൾ ചിലതൊക്കെ പറയാതിരിക്കുന്നുണ്ട്. പക്ഷെ OTT-ൽ ഇറങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നാണ് മനസ്സിലാക്കുന്നത്. OTT-ൽ പക്ഷെ എന്തായാലും ഇനി കട്ട് ചെയ്ത പോർഷൻസ് അല്ല കട്ട് ചെയ്താലും ഇല്ലെങ്കിലും സിനിമ നിൽക്കുമല്ലോ അതിനകത്ത്. നീ കട്ട് ചെയ്തൊന്നും കണ്ടൂല്ലേ? രണ്ടും കണ്ടു. എന്താ വ്യത്യാസമുള്ള? ഞാൻ കട്ട് ചെയ്ത് കണ്ടില്ല. വ്യത്യാസം ചില ബ്രൂട്ടൽ സീൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതെ, പിന്നെ ചില വേർഡ്സും പേരുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആ ഫീല് കിട്ടുമല്ലോ, കറക്റ്റ് ഫീല് കിട്ടും. പക്ഷെ ബ്രൂട്ടൽ സീൻസ് മാറ്റുമ്പോൾ അതിന്റെ എക്സ്ട്രീം ലെവലിൽ നമുക്ക് ഫീൽ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം കണ്ടുകൊണ്ട് രണ്ടാമത് കാണുമ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷെ രണ്ടാമത് ആദ്യമായിട്ട് കാണുന്ന ആൾക്ക് ആ ഒരു വ്യത്യാസം തോന്നില്ല. പക്ഷെ ഈ ഒരു ഇതൊക്കെ ചെയ്യാതിരുന്നിരുന്നെങ്കിൽ ചിലപ്പോ ഇത്രയധികം അറിയില്ലായിരിക്കും. ഇതിപ്പോ ഇങ്ങനെ അതും ചിലപ്പോ ഈ പറഞ്ഞ പോലെ എന്ത് രീതിയിലാണ് സിനിമയ്ക്ക് ഗുണം ചെയ്തു അതിന് എങ്ങനെയാണെന്നും നമുക്കറിയില്ലല്ലോ. പക്ഷെ എന്തായാലും ഇത് അവര് സംസാരിക്കാതിരുന്നിരുന്നെങ്കിൽ ചിലപ്പോ ഇതൊരു ഇതായിട്ട് പോയേനെ. ഇതിപ്പോ അവര് എതിരഭിപ്രായത്തിന് വന്നപ്പോഴാണ് ഇപ്പൊ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ആൾക്കാർ അതിനെ അന്വേഷിച്ചു തുടങ്ങി. ഹിസ്റ്ററിയിലിട്ട് അന്വേഷിച്ചു തുടങ്ങി. ആ റിയൽ ലൈഫിൽ നടന്ന സംഭവങ്ങളെ പറ്റി അന്വേഷിച്ചു തുടങ്ങി. പേര് മാറ്റിയോണ്ട് ശരിക്കുള്ള പേരെന്താന്ന് അറിയാനുള്ള ആൾക്കാർ എന്തിനു വലിയ ആവശ്യമുണ്ടായിരുന്നു. അളിയ എമ്പുരാൻ കണ്ട ഇല്ലേ? പോയി കാണണ്ടേ? ലാലേട്ടന്റെ സിനിമയല്ലേ? ഇഷ്ടാണോ ലാലേട്ടൻ? ഇഷ്ടം മോഹൻലാലിന് ഇഷ്ടമാണോ? ഏത് പടാ കണ്ടിട്ടുള്ളേ? ഞാന് മറ്റേ ഉണ്ണിമുഖൻ തന്നെയുള്ള അതിന്റെ ഒരു സിനിമയില് ഞാൻ അത് കണ്ടിട്ടുണ്ട്. പിന്നെ കിലുക്കം, പഴയ കിലുക്കം മറ്റേ ഈ പാട്ടരിയിലെ ഒരു മുറി വന്ന പാട്ടായി, ആ പാട്ടിന്റെ മണിച്ചിത്രധാരന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഹൊറല്ല, മറ്റേ ഭരതനാട്യം കുറച്ച് ഡാൻസ് കളിക്കും അല്ലേ? ഭരതനാട്യം പഠിക്കണേ.
ആ ഈ അഭിനയമൊക്കെ എങ്ങനെയാ പഠിക്കണേ? അത് കണ്ട് കണ്ട് കിട്ടും. പയ്യെ പയ്യെ കണ്ട് ആൾക്കാരെ കണ്ട് അവരെങ്ങനെ ചെയ്യണ് അത് കണ്ട് കിട്ടും. നോക്കും. അപ്പൊ അല്ല അധികമൊക്കെ അഭിനയിക്കാൻ കുറച്ചൊക്കെയല്ലേ നമ്മൾ അഭിനയിച്ചിട്ടുള്ളൂ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ. അപ്പം ഇതൊക്കെ എങ്ങനെ പഠിക്കണ? ഒരു സാധനം ചെയ്യാൻ പറയുമ്പോ എങ്ങനെ ചെയ്യും? ഉള്ളിൽ നിന്ന് എന്താ ഇപ്പൊ അത് തോന്നുന്നത്? ഡയറക്ടർ പറഞ്ഞു തരണ്ട്. അത് എങ്ങനെയാ വരണ്ട്, എങ്ങനെ ചെയ്യേണ്ടത് അത് പറഞ്ഞു തരുമ്പോ അത് കിട്ടും. ചെറുതായിട്ട് കിട്ടും. പിന്നെ 2 ടേക്ക് കഴിയുമ്പോ ആ സാധനം ഫുള്ളി കിട്ടും. എനിക്ക് വയ്യ. പക്ഷെ ഇപ്പൊ ക്ലോസും വൈഡും ഒക്കെ മാറ്റി വെക്കുമല്ലോ. ക്യാമറ പുറകിലേക്ക് വെച്ചിട്ട് ചെയ്യാൻ പറയും, ചിലപ്പോൾ ക്ലോസ് എടുത്തിട്ട് ചെയ്യാൻ പറയും. അപ്പോഴൊക്കെ വ്യത്യാസമൊക്കെ അറിയാവോ? അപ്പൊ നമ്മള് എക്സ്പ്രഷൻസ് ഒക്കെ ചിലപ്പം ചിലതൊക്കെ കൊടുക്കാൻ പറയും. അങ്ങനെയൊക്കെ പറയുമ്പോ കൊടുക്കുവോ? പേടിക്കാൻ പറയുമ്പോ പേടിക്കും. പറഞ്ഞ അനുസരിക്കും. ആ വിളിക്കാൻ പറഞ്ഞാ വിളിക്കും. അപ്പൊ കുറച്ചുകൂടെ ലൗഡാക്കാൻ പറയുമല്ലേ? അപ്പൊ കുറച്ചുകൂടെ ലൗഡാക്കി വിളിക്കും. അങ്ങനെയാണോ? ഡബിങ് ഒക്കെ ചെയ്തപ്പോ എന്തായിരുന്നു ഡബിങ്? ഞാൻ ചെയ്യുന്ന സാധനം ഞാൻ തന്നെയാണ് ഡബിങ് ചെയ്യണത്. അതാണ് അപ്പൊ ഞാൻ ചോദിക്കണത്. അപ്പൊ എങ്ങനെയാണ് ഡബ് ചെയ്തത്? ഡബ് ചെയ്തപ്പോ എനിക്ക് ഫസ്റ്റ് ടൈം ഡബ് ചെയ്തപ്പോ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായി. പിന്നെ ഓക്കെ ഡബിങ് ഒക്കെ കിട്ടി. ഇപ്പൊ ഞാൻ കുറെ ഡബിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി എക്സ്പീരിയൻസ് ആയി. ഇനി വേണമെങ്കിൽ ഈസി ആയിട്ട് പോയി ചെയ്യും അല്ലേ? അപ്പൊ ലിപ്പൊക്കെ സിങ്ക് ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ചെറിയ കാര്യം. അതൊക്കെ സിമ്പിൾ ആണ് അല്ലേ? എന്താ അത് ചെറുതിലേ പിടിച്ചിട്ടുള്ളൂ. നമ്മളൊക്കെ ഈ വലുതായതിനു ശേഷം ഡ്രൈവിംഗ് പഠിക്കാൻ ശ്രമിക്കുന്നതിൻ്റെതാണ്. ഇവർക്കൊക്കെ അതൊരു ഈസി ആയിരിക്കും അല്ലേ? ഞങ്ങൾക്കൊക്കെ ചെറുതായപ്പോ സൈക്കിൾ അതൊക്കെ ഓടിക്കുമ്പോ ഈസി ആയിട്ട് ഡ്രൈവ്. ഈസി ആയിട്ട് അതാണ് ആ പോയിന്റ് വരെ. ഞങ്ങളെല്ലാരും ഇപ്പോ 8 വയസ്സാവട്ടെ 9 വയസ്സാവട്ടെ ആ ടൈമിൽ തന്നെ ഞങ്ങള് ഡ്രൈവിംഗ് പഠിക്കും. നമുക്ക് ഒരു സൈക്കിൾ കിട്ടിയ എത്ര പ്രായം കഴിഞ്ഞിട്ടാണെന്നറിയാം. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഈ സിനിമയിലേക്ക് വന്നതുകൊണ്ട് പെട്ടെന്ന് ചെറുതായിരിക്കുമ്പോഴും ഇതൊക്കെ ഈസി ആയിട്ട് തോന്നും അല്ലേ? ഞാനൊക്കെ ഡബ് ചെയ്യാൻ പോയിട്ട് വിഷമിച്ചു. അപ്പൊ കൊറേ ഫസ്റ്റ് ടൈം എനിക്ക് മനസ്സിലായില്ല ഡബിങ് എങ്ങനെ ചെയ്യണ, എന്താ ആവാൻ പോണേ. അത് ഫസ്റ്റ് ഞങ്ങളൊരു വേറെ പുറത്താണ് ഉണ്ടാവുള്ളത്. ആ റൂമിന്റെ അകത്ത് പോകുമ്പോ എന്താ ചെയ്യേണ്ടത് അത് കിട്ടില്ല. പിന്നെ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഡബിങ് ചെയ്ത് കഴിഞ്ഞപ്പോ കിട്ടുകൊണ്ടിരുന്നു. ഈസി പരിപാടിയാണ്. ഇതൊക്കെ സിമ്പിൾ. നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. 10 ടേക്ക് എടുക്കാറുണ്ട്. ഈ സിനിമ തന്നെ കുറച്ചുകൂടെ ഇപ്പൊ സെറ്റിൽ ആയിട്ടുള്ള അഭിനയമാണ് ഉള്ളത്. അപ്പൊ നമ്മള് എത്ര ചെയ്യണമെന്നുള്ള ഡയറക്ടർ തീരുമാനിക്കുമ്പോഴേ നമ്മുടെ ഉള്ളില് നമ്മൾ ചെയ്യുന്നത് തന്നെ ശരിയാണോ എന്നുള്ളൊരു പേടിയുണ്ടാവും. അതെങ്ങനെയാ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മൾ എത്ര എക്സ്പ്രഷൻ കൊടുക്കണം. പ്രത്യേകിച്ച് ഇത് ഇത്തരം സിനിമകളിലൊക്കെ കുറച്ചുകൂടെ നമ്മൾ കണ്ടിരിക്കുന്ന പല സിനിമകളിലും പല എക്സ്പ്രഷൻസും കിടപ്പുണ്ടാവും. പേടി കൂടിക്കഴിഞ്ഞാൽ പോയി, പഴയ സിനിമ ഓൾഡ് സിനിമയായി പോവും. അതെങ്ങനെ നിങ്ങൾ ഡയറക്ടറെ തന്നെ വിശ്വസിച്ച് ചെയ്യായിരുന്നോ? അതെ തീർച്ചയായിട്ടും. ഞാൻ ആദ്യം മിഥുൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓവർ ആക്ട് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞോളൂ എന്നുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മിഥുൻ ചേട്ടൻ പറഞ്ഞു ഇല്ല നീ ധൈര്യമായിട്ട് ചെയ്തോ, ഞാൻ പറഞ്ഞോളാം, എന്നെ തെറ്റ് വരുമ്പോ ഞാൻ പറഞ്ഞോളാം, ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഡേ കൂടെ പോയാൽ പോരെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്നാലും 2-3 ടേക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ചെയ്തപ്പോ കുറച്ചൊരു ഓവറായിരുന്നു. അത് കട്ട് ചെയ്ത് പിന്നെയും എടുത്തു. അങ്ങനെ അത്രേ കുഴപ്പമുള്ളൂ. പിന്നെ ചെയ്തപ്പോ മനസ്സിലായി ഇത് ഇത്രേ പറ്റുമോ, ഇത്രേ പേടിക്കേണ്ടുള്ളൂ. കാരണം ഞാൻ മുന്നേ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അപ്പം അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോ ഭയങ്കര എൻറ്റയർലി ഡിഫറെന്റാ തിയേറ്റർ ആൻഡ് സിനിമ. നമ്മൾ ഇതില് എന്താ എന്ന് ചോദിക്കേണ്ടത് അതില് എന്താ എന്ന് ചോദിക്കണം. ആ ഒരു ഡിഫറൻസ് ഉണ്ടാവല്ലോ. അതാ വർക്ക്ഷോപ്പ് പോലെ നടത്താൻ വിചാരിക്കും പോലെ അല്ല, വേറെ വലിയ പുലികളാ ആറ്റത്തിരിക്കുന്ന 2 പുലികളാണ്. ശരിക്കും ക്ലോസ് ഷോട്ട്സിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഭയങ്കര സെറ്റിലാണ്. നമ്മുടെ ഉള്ളില് ശരിക്കും നമ്മൾ ഇടുന്ന എക്സ്പ്രഷൻ ആയിരിക്കില്ല ക്യാമറയിൽ വരിക. അത് ഡയറക്ടർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എങ്കിലും നമ്മൾ ആൾക്കാരെ മെനക്കെടുത്തരുതല്ലോ. അപ്പൊ നമുക്കും ഒരു ജഡ്ജ്മെന്റ് എങ്ങനെയാ കിട്ടുക? അത് കറക്റ്റ്. എന്റെ പേഴ്സണലി ഞാൻ പറയട്ടെ, എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം. ഞാൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പലരും പറയും ആക്ടിങ് കോഴ്സ് എടുക്കണം, അങ്ങനെ ഇതൊക്കെ എടുക്കണം. പക്ഷെ ഞാൻ ചെയ്യുന്ന ഡെയിലി കണ്ണാടിയിൽ പറഞ്ഞ പോലെ ഒരു സിനിമ നമ്മൾ പോയി കാണുകയാണെങ്കിൽ ആ സാധനം ഞാനായിരുന്നെങ്കിൽ ഞാൻ അതെങ്ങനെ ചെയ്യും. അപ്പൊ നമ്മളിപ്പോ കുറെ വേരിയേഷൻസ് അതിൽ തന്നെ ചെയ്യും. ഇപ്പൊ കണ്ണാടി ഇല്ലാണ്ട് നമ്മൾ ഒരു സീൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫേഷ്യൽ ചേഞ്ചസ് എങ്ങനെയാ വരുന്നതെന്ന് അറിയാൻ പറ്റില്ല നമുക്ക്. അല്ല ചുമ്മാ നമ്മള് ഇപ്പൊ ഒരു സിനിമ കാണുകയാണെങ്കിൽ ആ സിനിമയില് പറഞ്ഞ പോലെ ഡയലോഗ്സ് ഒക്കെ. ഇപ്പൊ കാളിയൻ എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ടീസർ ലോഞ്ച് ഒക്കെ വന്നായിരുന്നു, ഒരു പ്രൊമോ.
അടവ് ഓടിപ്പിച്ചത് ഇരവിയാണ് തമ്പുരാനെ. നായ്ക്കരുടെ പടയിൽ ആൺബലം ഇനിയുമുണ്ടെങ്കിൽ കൽപ്പിച്ചോളൂ. 10 കൊന്നോ 100 കൊന്നോ. തിരുമലക്കോട്ടയുടെ കവാടം വരെ ഞാൻ എന്തിനെത്തിയോ അതും കൊണ്ടേ മടങ്ങൂ. വാഴുന്ന മണ്ണിനും വണങ്ങുന്ന ദൈവത്തിനും കാളിയൻ കൊടുത്ത വാക്കാണത്. ഞാൻ കാളിയൻ. അപ്പൊ ഈ സാധനം പൃഥ്വിരാജ് പറയുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ആ സിനിമയ്ക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹമുള്ള സാധനമായിരുന്നു. അതന്ന് കണ്ട പടം ഞാൻ നേരെ പോയി കണ്ണാടി പോയിട്ട് ഞാൻ ഒരു ഷോളൊക്കെ എടുത്തിട്ട് കോമഡി അതൊക്കെ ആരെയൊക്കെ കണ്ടു ചേട്ടൻ. പക്ഷെ അങ്ങനെ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു കുറെ കാര്യങ്ങൾ ഞാൻ എന്തായിരിക്കും ചെയ്യണേന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഞാൻ ഷൂട്ട് കഴിയുകയാണെങ്കിൽ ഞാൻ നോക്കില്ല, വീഡിയോ നോക്കൂല. ഇൻ കേസ് എനിക്ക് അത്ര ഡൗട്ടൊക്കെ വരികയാണെങ്കിൽ മാത്രമേ ഞാൻ പോയി നിൽക്കാറുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ എന്നിലൊരു വിശ്വാസം ഞാൻ ഏൽപ്പിക്കും. പിന്നെ മോശമാണെങ്കിൽ മോശമാവട്ടെ, സിനിമയിൽ എത്രത്തോളം ചെയ്യാലോ പഠിക്കാലോ ഇഷ്ടമുള്ള കാര്യമല്ലേ. ഈ എക്സ്പ്രഷൻ കണ്ണാടി നോക്കി എക്സ്പ്രഷൻ ഇടുമ്പോ കരച്ചിലൊക്കെ ആയിരിക്കും പെട്ടെന്ന് ഇടാൻ പറ്റുന്നത്. അത് പ്രേമ നൈരാശ്യം ഓർത്താൽ മതി. അതെ, എന്റെ കറക്റ്റ് ആ ചോദ്യം. അല്ല, റിയൽ ലൈഫിൽ കുറെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ട് കുറെ ആക്ടിങ് വീഡിയോസ് കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് ഞാൻ കുറെ അങ്ങനെ ചെയ്യാറുണ്ട്, സോഷ്യൽ മീഡിയ ഇടാറുണ്ട്. അതുകൊണ്ട് കുറെ സാധനങ്ങളൊക്കെ എനിക്ക് കുറച്ച് റിലേറ്റബിൾ ആയതുകൊണ്ട് കുറച്ച് സിമ്പിളായി പിടിക്കാൻ. പക്ഷെ എന്നാലും അത് ക്ലോസ് ഫ്രെയിമിൽ വരുമ്പോൾ എത്രത്തോളം വലിയ സ്ക്രീനിലല്ലേ വരിക, അതെങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയസ് കൊണ്ട് ആദ്യമായിട്ടും പോകും. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓക്കെ ആവുന്ന ചിലപ്പോൾ ഡയറക്ടർക്ക് ആവില്ല, ഡയറക്ടർക്ക് ഓക്കെ ആവുന്ന എനിക്ക് ഓക്കെ ആവില്ല. അങ്ങനെ ഒരു വട്ടം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് വീണ്ടും എടുത്തു, അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അല്ല, ആളുടെ ഒരു കേസിൽ ഞാൻ പറയാം, മലയാളം ഇതിൽ ഇൻഫ്ലുവൻസേഴ്സ് ക്രിയേറ്റേഴ്സിൽ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റർ ആണ്. കുറച്ചുകൂടെ കയറി വരേണ്ട ആളാണ്. ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള സാധനങ്ങൾ റിലേറ്റബിൾ ആയിട്ട് ഓൺ വോയിസിൽ ചെയ്യുന്ന പരിപാടിയാണ്. ഓൺ വോയിസും ചെയ്യും, അല്ലാണ്ടും ചെയ്യും. അത് പക്ഷെ വീഡിയോയിലുപരി പുള്ളി ആ ഡയറക്ഷനിലും ഗ്രേഡിങ്ങിലും വിഷ്വൽ പരിപാടികളും പുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യും. ആ ചെറിയ സ്പേസിൽ ചെറിയ മിനിറ്റിൽ ചെയ്യും. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരാളാണ്. നമുക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അഭിനയിക്കാൻ പറ്റും, പക്ഷെ എനിക്ക് ക്യാമറ എടുത്ത് വെച്ച് അതൊക്കെ ചെയ്യാൻ ഒരു കഴിവാണ്. അതല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഒരു പ്രാക്ടീസ് ഉണ്ടാവുമല്ലോ നമ്മുടെ മനസ്സിനകത്ത്. എങ്കിലും നമുക്ക് ഈ ക്യാമറയിൽ വരുമ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് കാണിക്കാൻ പറ്റണമെന്നില്ല, എങ്കിലും നമുക്കൊരു ശ്രമം നടത്താൻ പറ്റുള്ളൂ. അപ്പം എന്തെങ്കിലുമൊക്കെ അങ്ങനെ എക്സസൈസ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. ഇപ്പം ഓൾറെഡി ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞപ്പോ നാളെ ഷൂട്ട് ഉണ്ട് എങ്കിൽ അതിന്റെ കാര്യം ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ അല്ല, ഞാൻ കോൺഷ്യസ് അയ്യോ നാളെ ഞാൻ പോയിട്ട് ഇനി അവിടെ പോയിട്ട് ഓവർ ആക്ട് ചെയ്തിട്ട് ചള്ളാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെയല്ലേ മോശം, നമ്മളെ വഴക്കും അറിയില്ല ഇത്ര ആൾക്കാരെ മുന്നിൽ. അപ്പൊ എന്തായാലും എല്ലാരെയും പോലെ തന്നെ ഞാനും ഈ പറഞ്ഞ പോലെ കണ്ണാടിന്റെ മുന്നിൽ പോയിട്ട് കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. ഈ ഇബനീസർ ശരിക്കും ഹൊറർ ത്രില്ലർ ആയതുകൊണ്ട് നമ്മൾ കാണണം എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. അതല്ലാതെ എന്ത് സ്പെഷ്യാലിറ്റി ആണ് ഇതിനകത്ത് ശരിക്കുള്ളത്? ടെക്നിക്കൽ ടീംസിന്റെ എന്തെങ്കിലും ഇത് ബൂസ്റ്റ് ചെയ്യാനുണ്ടോ? ഇല്ലെങ്കിൽ ഈ പുതുതലമുറ ആയതുകൊണ്ട് ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റുകൾ അധികം സോക്കോൾഡ് ആർട്ടിസ്റ്റുകൾ ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വരും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇത് കാണണമെന്നാണ് സൂരജൊക്കെ പറയുന്നത്? ഞങ്ങളുടെ അഭിനയങ്ങൾ കാണാൻ ഒരു ടിപ്പിക്കൽ പ്രേതപടത്തുനിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടായിരിക്കും എബനൈസർ ഉണ്ടാവുക. മലയാളത്തിൽ ഒരു ടിപ്പിക്കൽ എല്ലാവർക്കും ഒരു ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ജോണറാണ് ഹൊറർ എന്ന് പറയുന്നത്. എങ്ങനത്തെ ഒരു സിനിമയാണെങ്കിലും അതെന്താ സംഭവം, ഒരു എക്സൈറ്റിംഗ് ക്യൂരിയോസിറ്റി ഒരു ഫാക്ടറാണ് ഇതിന്റെ. പിന്നെ അതുപോലെ തന്നെ ഒരു പുതിയ വരുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിലും ക്രൂ ആണെങ്കിലും അവർക്ക് കിട്ടിയിരിക്കുന്ന ലിമിറ്റഡ് ബഡ്ജറ്റിൽ അവരൊരു ഔട്ട്പുട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെ കൊണ്ട് അവർക്ക് നല്ലൊരു പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ നല്ലൊരു വേറെ ബാനറിൽ ഈ പറഞ്ഞ പോലെ കിട്ടുകയാണെങ്കിൽ അവർക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും, കഴിവുള്ള പിള്ളേരാണോ എന്നുള്ളൊരു ജഡ്ജ്മെന്റ് കൊടുക്കാൻ നിങ്ങളൊന്ന് കണ്ടുനോക്കിയാൽ നന്നായിരിക്കും. കാരണം ഇതിൽ ചില ഭാഗങ്ങൾ ഫ്ലോസ് ഉണ്ടാവും, ചില ഭാഗങ്ങൾ ചിലപ്പോൾ നല്ലതായിരിക്കും. എന്നിരുന്നാൽ പോലും പറയാൻ പറ്റില്ല. ഇപ്പൊ അഭിനയിക്കുന്നവരിലാണെങ്കിൽ പോലും ഇത് കണ്ട് ചിലപ്പോൾ ഇതിലൊരു ആർട്ടിസ്റ്റിന് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ അത് ഈ സിനിമയുടെ വിജയം. എനിക്കിന്നെ അല്ല, ആർക്കെങ്കിലും ഒരാൾ കിട്ടിയ നമുക്ക് സന്തോഷമല്ലേ? നമ്മുടെ ഒരു പടത്തിൽ ഞാനിപ്പോ ഒന്ന് പറഞ്ഞില്ല ഇങ്ങനെ വേറൊരു പടത്തിൽ അഭിനയിച്ച നായിക, അതുപോലെ നമുക്ക് നമ്മുടെ സക്സസ് വേറെ ആളുടെ സക്സസ് ഒക്കെ നമുക്ക് സന്തോഷിക്കാം. ഈ റീൽസ് നമ്മള് ക്ലിക്ക് ആവുന്ന ഒരു പോയിന്റ് ഉണ്ട്, നമ്മൾക്ക് നിരന്തരമായി ചെയ്യാൻ തോന്നിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന ഒരു പോയിന്റിലേക്ക് എത്തുന്നത് ഒരു പാടാണ്. എവിടെ മുതലാ ശരിക്കും അത് ഓർമ്മയുണ്ടോ? ഏത് കണ്ടന്റ് മുതലാണ് ശരിക്കും നമ്മള്? പണ്ട് ഞാൻ ഏകദേശം എൻ്റെ ഒരു ഫ്രണ്ട് ഡാൻസർ ഉണ്ട്, ബി ബോയ്സ് എന്ന പേര്. പുള്ളി ഞാൻ ഒരുമിച്ചാണ് വീഡിയോസ് ഒക്കെ ചെയ്തത്. ഫേസ്ബുക്കിൽ ആ സമയത്ത് വെറൈറ്റി മീഡിയ തോന്നുന്നു, ആ പേജിൽ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ലോങ് വീഡിയോസ്
ഇപ്പോൾ പാണ്ടിപ്പട, അതുപോലെ ഫണ്ണി ഫിലിംസിൻ്റെ ഞങ്ങൾ ഡബ് സ്മാഷ് ലെങ്ത് ഷോട്ടൊക്കെ ചെയ്യും. അതൊക്കെ അതിൽ റീച്ച് ആയി പോകും. അങ്ങനെ പതുക്കെ പതുക്കെ ഇൻസ്റ്റാഗ്രാമിലോട്ട് വന്നു. അങ്ങനെ അതിനോട് ടിക്ടോക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അത് പിന്നെ പോയല്ലോ. പിന്നെ ഇൻസ്റ്റാഗ്രാമിലോട്ട് വന്നു. പിന്നെ സ്വന്തമായിട്ട് ഞാൻ വോയിസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി, ഓൺ വോയിസ്. അത് പിന്നെ കുറെ പേർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോഴാണ് ആൾക്കാർ ഇഷ്ടപ്പെട്ടത്. ഷെയർ ചെയ്യുമ്പോൾ റിലേറ്റബിൾ എന്ന് പറയുമ്പോഴല്ലോ നമ്മളൊരു അവസ്ഥയിലിരിക്കുമ്പോ ആ സാധനം തന്നെ വന്ന് നിങ്ങൾ ചിന്തിച്ചു, നിങ്ങൾക്ക് അത് മാത്രമല്ല, എൻ്റെ ഒരു വേറൊരു വീഡിയോ എനിക്ക് ഏറ്റവും നമ്മുടെ ഈ ഷൂട്ട് നടന്നുകൊണ്ട സമയത്ത് തന്നെ എനിക്ക് ഫോണിൽ കുറേ കോൾ വന്നിരിക്കും. അപ്പം ഞാൻ എന്താ വെച്ചിട്ട് ഫോൺ നോക്കുമ്പോൾ എൻ്റെ അനിയന്മാർ വിളിച്ചിട്ട്, ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യുന്നു പറയുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ സാധാരണ പോലെ തന്നെയാണ്. ഞാൻ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയപ്പോൾ കമൽഹാസൻ ലൈക്ക് ഒരു 10 ആക്ടിംഗ് വർക്ക്ഷോപ്പിന്റെ എന്താ പറയാ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു വീഡിയോ ചെയ്തു, സട്ടിലായിട്ട് ചെയ്താ. അത് ഭയങ്കര ക്ലിക്കായി. അപ്പൊ അതുവഴി കുറെ ആൾക്കാർ അറിഞ്ഞു. പിന്നെ ഞാൻ അതിനനുസരിച്ചുള്ള കുറെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ സ്വന്തമായിട്ട് കുറെ സൈഫൈ പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ചുമ്മാ ഡയലോഗ്സിൽ ചെയ്യാൻ തുടങ്ങി. വേറെ ലെവൽ ഇൻസ്പിറേഷൻ. നല്ലൊരു ഡയറക്ടർ ആവാൻ കഴിവുണ്ട്, അത് ഭാഗ്യം പോലെ ഇരിക്കും. അല്ല, ഫ്യൂച്ചറിൽ ഞാൻ ചെയ്യും, വരും. അതല്ലേ ഞാൻ പൊക്കി പറയണത്. അതെ, ഞാൻ കുറച്ച് പൊക്കാൻ കേട്ടോ കുറച്ച് കഴിയുമ്പോഴേ. ഇതേപോലെ ഈ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കയറി പോകുന്ന ഒരു ഗ്രിപ്പിംഗ് സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഗ്രിപ്പിംഗ് സ്റ്റേജ് എപ്പോഴായിരുന്നു? അതിനുശേഷം ഒരു ഇൻസ്പിറേഷൻ വരുമല്ലോ നമുക്ക് തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്റെ ഫസ്റ്റ് കണ്ടന്റ് വരുന്നത് ഡാൻസ് ആയിരുന്നു. അപ്പം ഫസ്റ്റ് ഈ യദുവിനെ പോലെ ഞാൻ ഓൺ വോയിസ് ക്രിയേഷൻസ് ഭയങ്കര കുറവാണ്. ഇപ്പൊ നമ്മുടെ പ്രൊമോഷൻ വർക്ക്സ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഓൺ വോയിസ് ചെയ്യാറുള്ളത്. ബാക്കിയൊക്കെ ഒന്നുകിൽ റീക്രിയേഷൻ വീഡിയോസ് ഇല്ലെങ്കിൽ ഡാൻസ് ആണ് എൻ്റെ കോണ്ടന്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഫസ്റ്റ് ഇതുപോലെ ഞാൻ പുറത്ത് പഠിക്കുന്ന സമയത്ത് അവിടെ മഞ്ഞിലുള്ള ഒരു ഡാൻസാണ് എൻ്റെ ഫസ്റ്റ് മില്യൺ എന്നുള്ള രീതിയിൽ കയറി പോകുന്നത്. അതിൻ്റെ മുന്നേ ടിക്ടോക്ക് ഉണ്ടെങ്കിലും ഇൻസ്റ്റയിലേക്ക് വന്നപ്പോഴാണ് കുറച്ചും കൂടി ആൾക്കാർക്ക് കുറച്ചെങ്കിലും അറിയാൻ പറ്റുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡാൻസിന്റെ കണ്ടന്റ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ആയിട്ടുള്ളത്. അപ്പൊ അത് നിരന്തരമായി ഡാൻസ് കളിച്ചോണ്ടിരിക്കുക. യെസ്. അപ്പൊ ഡാൻസും അഭിനയവും ഒക്കെ തുടരും. കുറച്ചു പേര് എന്തായാലും സിനിമയെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ കുറച്ചു പേര് സപ്പോർട്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ സിനിമ ഗ്രിപ്പ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. അതെ, അല്ല സിനിമയിലെ എല്ലാം ഇഷ്ടപ്പെടണമെന്നല്ല, അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലസ് പോയിന്റ്സ് കിട്ടുകയാണെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ പോലെയാണ്. അതെ, ഇത്രയും താഴെ പറയുന്നത് കൊണ്ട് എന്തോ ഉണ്ടാവും എന്നുള്ള ആത്മവിശ്വാസമാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ഹൊറർ മൂവീസ് ഒക്കെ നമ്മൾ അല്ലാതെ കണ്ടിട്ട് ആ ഒരു ഫീല് കിട്ടില്ല. അപ്പൊ തിയേറ്ററിൽ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ചെറുപ്പക്കാരാണ് നാളത്തെ സ്റ്റാറുകളാണ്, അത് നിങ്ങൾ മറക്കരുത്. ഓക്കെ, താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575.